ഗുഡ് മോർണിംഗ്. അതാണ് എനർജി അല്ലേ? സിൽവർ ഹിൽസിൽ എപ്പോഴും വരുന്ന സമയത്ത് നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു എനർജി. നമ്മളുടെ ബഹുമാനപ്പെട്ട മാനേജർ അച്ഛൻ അഗസ്റ്റിൻ അച്ഛൻ കുറച്ച് നേരത്തെ മുകളിലത്തെ സ്കൂളിൽ പ്രോഗ്രാം ഉള്ളത് കൊണ്ട് പോയി. ജോണച്ചൻ, ശ്രേയ, ആതിര, PTA പ്രസിഡന്റ് ശശിലാൽ സാർ, അനുപമ മാം, എല്ലാവരും എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകളായതുകൊണ്ട് തന്നെ ഒരു ഫോർമൽ ഫീൽ എനിക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. കാര്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് കയറി ഇറങ്ങി പോകുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫോർമാലിറ്റിയോ അല്ലെങ്കിൽ ഞാൻ ഒരു വലിയ സദസ്സിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് തീരെ പരിചയമില്ലാത്ത ആൾക്കാരുടെ കൂടെയാണ് നിൽക്കുന്നത് എന്നുള്ള ആ ഒരു ഫീൽ എനിക്ക് വരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. പക്ഷേ ഇതൊരു വളരെ സ്പെഷ്യൽ മൊമെൻ്റാണ്. കാര്യം ഇതേപോലെ ഇന്നത്തെ ദിവസം ആദ്യമായിട്ട് സ്കൂളിലേക്ക് എത്തിയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഞാനും ഈ സ്കൂളിൽ വന്നിട്ടുള്ള ആളാണ്. പക്ഷെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇന്നിപ്പോൾ ഒരുപാട് പേര് ആദ്യമായിട്ട് വന്നിട്ടുള്ളത് 1ാം ക്ലാസ്സിലേക്കാണല്ലേ. ഞാനൊക്കെ വന്നിട്ടുള്ളത് ആദ്യമായിട്ട് 5ാം ക്ലാസ്സിലേക്കാണ്. ഞാൻ പഠിക്കുന്ന സമയത്ത് ഇവിടെ 1ാം ക്ലാസ് ഇല്ല. അത് പബ്ലിക് സ്കൂളിലാണ്. പബ്ലിക് സ്കൂളിൽ 1 മുതൽ 4 വരെ പഠിച്ചു കഴിഞ്ഞ് 5ാം ക്ലാസ്സിലേക്കാണ് സിൽവർ ഹിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞാൻ ആദ്യമായിട്ട് വരുന്നത്. ഈ വലിയ സ്കൂൾ അന്ന് ഞാൻ വരുമ്പോൾ ഈ സ്കൂൾ ഇപ്പോൾ ഉള്ളതുപോലെയല്ല, ഒരുപാട് മാറ്റങ്ങളാണ്. ഞാൻ ജോണച്ചനോട് പറയാണ്, അന്നൊക്കെ ഒരു ആനുവൽ ഡേ വരുന്ന സമയത്താണ് ഈ സ്റ്റേജിൽ ഇത്രത്തോളം കളർഫുള്ളായിട്ട് ഒരുപാട് ലൈറ്റുകൾ, ബാക്കിൽ ഫോഗ്, ഇങ്ങനെ ഒരു വൻ സെറ്റപ്പിൽ നമ്മൾ അല്ലെങ്കിൽ ഒരു ഗ്രാൻഡ് ലുക്കിൽ നമ്മളുടെ സിൽവർ ഹിൽസിലെ ഒരു സ്റ്റേജ് കാണുന്നത് ഒരു ആനുവൽ ഡേക്കാണ്. ഇതിപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ സ്കൂളിൽ എത്തിയിട്ടുള്ള ഈ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് നമ്മളുടെ ചോട്ട ഫ്രണ്ട്സ്, ഈ ചോട്ട ഫ്രണ്ട്സൊക്കെ കാണുന്ന സമയത്ത് അവരുടെ മനസ്സിലേക്ക് കിട്ടുന്ന ആ ഒരു ഇമേജ് ഉണ്ടല്ലോ, വാവ്, ദിസ് ഇസ് സംതിങ് ഗ്രേറ്റ് അല്ലേ? ഒരു ഗ്രാൻഡ് ഫീൽ തന്നെ ഒരുക്കിയിട്ടാണ് സിൽവർ ഹിൽസ് ആദ്യത്തെ ദിവസം എല്ലാവരെയും വെൽക്കം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്നോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങളോടൊക്കെ ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഒരു സ്ഥലത്ത് അടങ്ങി നിന്ന് സംസാരിക്കൊന്നുമില്ല. പണ്ട് മുതലേ എങ്ങനെയാണ്, അടങ്ങിയിരിക്കാത്തൊരു കുട്ടിയാണ്. എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഒരുപാട് ടീച്ചേഴ്സും ഞാനിവിടെ പഠിക്കുന്ന സമയത്ത് അന്ന് ഉണ്ടായിരുന്ന നോൺ ടീച്ചിങ് സ്റ്റാഫ്സും ഒക്കെ ഇവിടെയുണ്ട്. ഇവർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ലേശം അടങ്ങിയിരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇന്നത്തെ ദിവസം ഈ നമ്മളുടെ വലിയ ഓഡിറ്റോറിയത്തിൽ 2 ഗ്രൂപ്പുകളാണുള്ളത്. അതായത് എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എവിടെ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു 90% തീരുമാനം സെൽഫായിട്ട് എടുത്തിട്ടുള്ള ഒരു ഗ്രൂപ്പ്. എവിടെ പഠിക്കണം, എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് സ്വന്തമായി ഒരു തീരുമാനവും എടുക്കാണ്ട് പാരൻസിൻ്റെ തീരുമാനം അനുസരിച്ച് വന്നിട്ടുള്ള വേറൊരു ഗ്രൂപ്പ്. ഈ 2 ഗ്രൂപ്പും തമ്മിൽ ഒരൊറ്റ പ്ലസിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഒരു കൂട്ടർ ഫസ്റ്റ് സ്റ്റാൻഡേർഡാണ്, ഒരു കൂട്ടർ +1 ആണ്. 1 കോമൺ ആണ്, പക്ഷെ ഒരു പ്ലസ് അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ ഈ 2 ഗ്രൂപ്പും ഒരുമിച്ചിരിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ഇന്ന് അല്ലേ വന്നിരിക്കുന്നത്. നമ്മൾ എവിടെ പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ള ആ ഒരു കാര്യം തീരുമാനിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് +1 ആളുകളൊക്കെ ഇവിടെ ഉള്ളതിനെ കൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ തന്നെ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് എടുക്കും, ഒരു 1 ഇയർ. ചിലപ്പോൾ അത് +2 കഴിഞ്ഞിട്ടായിരിക്കും. +2 കഴിഞ്ഞിട്ട് നമ്മളൊരു 1 ഇയർ ഗ്യാപ്പ് എടുക്കും, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ടൊരു ഗ്യാപ്പ് എടുക്കും. ഇനി അതല്ല, ചിലപ്പോൾ PG കഴിഞ്ഞിട്ട് ജോലി ചെയ്യുന്നതിൻ്റെ മുന്നേ ഒരു ഗ്യാപ്പ് എടുക്കും. ഇങ്ങനൊരു ഗ്യാപ്പ് എപ്പോഴും നല്ലതാണ്. കാര്യം ഞാൻ ഇത്രയും കാലം പഠിച്ചത് എന്താണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കാം, ഇനി എന്ത് പഠിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാം, ഇനി എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഞാൻ ഇതിൻ്റെ അകത്തു നിന്നൊക്കെ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്. ഞാൻ പഠിത്തം തുടങ്ങുന്നതിൻ്റെ മുന്നേ ഗ്യാപ്പ് എടുത്ത ഒരാളാണ്. അതെങ്ങനെ എന്നാണോ? ഞാൻ ഇതേപോലെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സിൽവർ ഹിൽസിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ 5th സ്റ്റാൻഡേർഡ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ LKG UKG ഒക്കെ പഠിച്ചത് കോഴിക്കോട് ആരാധന നഴ്സറി സ്കൂളിലാണ്. അങ്ങനെ ആരാധന നഴ്സറി സ്കൂളിൽ അന്ന് അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക്കുള്ള പരിപാടിയാണ്. അങ്ങനെ എനിക്ക് അഡ്മിഷൻ കിട്ടിയിട്ട് ഞാൻ അവിടുത്തെ പ്രിൻസിപ്പൽ ഉണ്ട്, ടിസില സിസ്റ്ററിനെ കാണാൻ വേണ്ടി പോയപ്പോൾ സിസ്റ്റർ എന്നോട് ചോദിച്ചു, ഓക്കെ അപ്പോൾ ജൂൺ 1-ാം തീയതി വരികയല്ലേ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ സിസ്റ്ററോട് കുറച്ച് നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, സിസ്റ്ററെ ഞാൻ വരുന്നില്ല. അപ്പോൾ സിസ്റ്റർ ഞെട്ടി, അതെന്താ ഞാൻ വരുന്നില്ല എന്ന് പറയുന്ന, അങ്ങനെ പറയുന്നൊരു കുട്ടി, അത് ഒരു ചെറിയ തോട്ടോണ്ട് പറഞ്ഞായിരിക്കും. അപ്പോൾ സിസ്റ്റർ എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യം? ഞാൻ പറഞ്ഞു, വീട്ടിൽ അച്ഛൻ ജോലിക്ക് പോകും, ചേച്ചി പഠിക്കുന്നത് സിൽവർ ഹിൽസിലാണ്, 2ാം ക്ലാസ്സിലാണ്. അപ്പോൾ ചേച്ചിയും സ്കൂളിലേക്ക് പോകും, അമ്മ വീട്ടിൽ ഒറ്റയ്ക്കായി പോകും. അതുകൊണ്ട് ഞാൻ എന്തായാലും പഠിക്കാൻ വരുന്നില്ല, ഞാൻ അമ്മേൻ്റെ കൂടെ ഇരുന്നോളാം, ഞാൻ അമ്മയ്ക്ക് കമ്പനി കൊടുത്തോളാം, അതിനെക്കൊണ്ട് ഞാൻ പഠിക്കാൻ വരുന്നില്ല എന്ന്. സിസ്റ്റർക്ക് മനസ്സിലായി ഇവൻ കാര്യമായിട്ട് എന്തോ കഠിനമായ തീരുമാനം എടുത്തേക്കാണ്.
അപ്പോൾ ഇവനെ പറഞ്ഞു തിരുത്താൻ പറ്റൂല. അതുകൊണ്ട് സിസ്റ്റർ പറഞ്ഞു ഓക്കെ മോന് തോന്നുന്ന സമയത്ത് മോൻ ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് LKG-യിൽ ചേരുന്നതിൻ്റെ മുന്നേ 1 കൊല്ലം ഗ്യാപ്പ് എടുത്ത് LKG-യിൽ ചേർന്ന് തുടങ്ങിയ ആളാണ്. ആ ഒരു ഗ്യാപ്പും ആ ഒരു തിരിഞ്ഞുള്ള പോക്കും പിന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്തിട്ടുള്ള എല്ലാ കോഴ്സുകളും ഉണ്ടായിട്ടുണ്ട്. കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ഞാൻ അടങ്ങി ഒതുങ്ങി നിന്നത് സിൽവർ ഹിൽസിൽ മാത്രമാണ്. 5ാം ക്ലാസ് മുതൽ +2 വരെ ഇവിടെ കറക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പഠിച്ചതിലൊക്കെ എന്തെങ്കിലും ഒരു വളവോ തിരിവോ വന്നിട്ടുണ്ട്. അപ്പോൾ അത് സിൽവർ ഹിൽസിനുള്ള വലിയൊരു ക്രെഡിറ്റ് ആണ് കേട്ടോ ഇങ്ങനെ ഒരു കാര്യം. ശരിക്കും ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഈ LKG-യിൽ ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് സ്കൂളിലേക്ക് പോകണ്ട എന്നുള്ള കാര്യം ഞാൻ ഓപ്പണായിട്ട് ടീച്ചറിനോട് പറഞ്ഞു. എനിക്ക് സ്കൂളിലേക്ക് വരാൻ താല്പര്യമില്ല, കാരണം അമ്മ ഒറ്റയ്ക്കായി പോവും എന്നുള്ള കാര്യം ഞാൻ ഓപ്പണായിട്ട് ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു. നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്തുണ്ടല്ലോ, നമ്മളുടെ മനസ്സിൽ തോന്നുന്ന എല്ലാ കാര്യങ്ങളും ബാക്കിയുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പക്ഷേ ഓരോരോ വയസ്സിങ്ങനെ കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ലേശം കുറയോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട് ചെറുതായിട്ട്, ഇല്ലേ? ചെറിയ കുട്ടികളാവുന്ന സമയത്ത് ഇപ്പോൾ 1ാം ക്ലാസ്സിൽ ചെന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഇന്ന് പരിസ്ഥിതി ദിനമാണ് എന്നുള്ളത് 1ാം ക്ലാസ്സിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാവർക്കും എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടാവും. ഓ പരിസ്ഥിതി ദിനം, എന്താണ് പരിസ്ഥിതി ദിനം, എവിടെയാണ് പരിസ്ഥിതി ദിനം, അതെന്താണ് സാധനം എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു 150 ഡൗട്ട് നമുക്കൊരു 1ാം ക്ലാസ്സിൽ നിന്ന് കിട്ടും. ഈ സെയിം കാര്യം വലിയൊരു ക്ലാസ്സിൽ ചെന്നിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ആർക്കും ഒരു ഡൗട്ടും ഉണ്ടാവില്ല. ടീച്ചർമാർ ചോദിക്കും എനി ഡൗട്ട്സ്, എല്ലാവരും പറയും ഒരു ഡൗട്ടും ഇല്ല. വലുതാവുന്നതിനനുസരിച്ചിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും നമ്മൾ സംസാരിക്കുന്നതും കുറഞ്ഞു വരുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇതേപോലെ ഒരു എക്സ്പീരിയൻസ് കൂടി ഞാൻ പറയാം കേട്ടോ. ഞാൻ അംഗൻവാടിയിൽ പഠിക്കുന്ന സമയത്ത് അംഗൻവാടിയിൽ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മൾ സ്റ്റേജിൻ്റെ മുകളിൽ കയറി, ഇപ്പോൾ കുറച്ച് മുന്നേ ശ്രേയ ചേച്ചി ഇവിടുന്ന് പാട്ട് പാടി അല്ലേ, അതേപോലെ ഡാൻസ് നമ്മൾ കണ്ടു. ഇങ്ങനെ ചില പരിപാടികൾ അവിടെ ഉണ്ടാവും ഇന്നത്തെ പ്ലേ സ്കൂളിൽ. അപ്പം അങ്ങനെ ഇതേപോലെ അംഗൻവാടിയിൽ ഒരു കഥ പറയാൻ വേണ്ടി ഞാനും കയറി ചെന്ന് നിന്നു. അപ്പം വീട്ടിൽ നിന്ന് ചെറിയൊരു കഥയൊക്കെ അമ്മയും അച്ഛനും ഒക്കെ ചേർന്ന് പഠിപ്പിച്ചത് കൊണ്ട് അതൊക്കെ കാണാപ്പാടം പഠിച്ചിട്ടാണ് ഞാൻ ചെന്ന് നിൽക്കുന്നത്. വീട്ടിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കാണാൻ ആരും ഇല്ലല്ലോ, വീട്ടുകാർ തന്നെയല്ലേ ഉള്ളൂ. അപ്പം നല്ല രസത്തിൽ കഥയൊക്കെ പറഞ്ഞു. പക്ഷെ പരിപാടിയുടെ ദിവസം ചെന്ന് സ്റ്റേജിൻ്റെ മുകളിൽ കയറിയപ്പോൾ ആ ഏരിയയിലുള്ള എല്ലാ ആൾക്കാരും ഉണ്ട്, ഒരുപാട് വലിയൊരു കൂട്ടം. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കാകെ മൊത്തം പേടിയായി, ഇത് കയ്യിൽ നിന്ന് പോവോ എന്നുള്ളൊരു ചെറിയൊരു സംശയം. ഞാൻ വേറൊന്നും ചെയ്തില്ല, നേരെ മൈക്കിൻ്റെ മുന്നിൽ കയറി നിന്നു. മൈക്കിൻ്റെ മുന്നിൽ നിന്ന് ഞാൻ ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ, എന്നെക്കൊണ്ടാവൂലേ എന്നും പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോയി. കറക്റ്റായിട്ട് ആ സമയത്ത് ആ ഒരു മൊമെൻറ്റ് ക്യാപ്ചർ ചെയ്തിട്ടുള്ള ഫോട്ടോഗ്രാഫർ ആരാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോഴും ആ ഫോട്ടോ എൻ്റെ വീട്ടിൽ ഞാൻ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ബാക്കി എല്ലാവരും ചിരിക്കുന്നു, ഞാൻ മാത്രം സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കണു. നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു അത്. ചെറിയൊരു കുട്ടിയാവുന്ന സമയത്താണ് നമ്മൾ ഈ കാര്യം പറയുക. കുറച്ചും കൂടി വലുതാകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് പറഞ്ഞാൽ കുഴപ്പമാവോ, ഇത് പറഞ്ഞാൽ പ്രശ്നമാവോ. ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴും വലിയൊരു കാര്യമാണ് അല്ലേ. നമുക്ക് തുറന്ന് സംസാരിക്കാൻ വലിയ പേടിയാണ്. ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാവോ എന്നുള്ള ചെറിയൊരു ഡൗട്ട് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ഇന്നിപ്പോൾ ആദ്യത്തെ ദിവസം ഈ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് ഇതേപോലെ എന്താവും ഒരു എക്സൈറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം എങ്ങനെയായിരിക്കും എന്നുള്ള ചെറിയൊരു ഫീൽ അടിച്ച് ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കേ. എന്തായിരിക്കും ഇന്നത്തെ ദിവസം സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ ഉണ്ടാവുക, എന്തൊക്കെ പരിപാടികളാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർക്കെങ്കിലും ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലേ. അടിപൊളി, ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതുപോലൊരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഇന്നലെ രാത്രി ഞാനും. അതായത് എല്ലാ ദിവസവും കോഴിക്കോടിനോട് സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ റേഡിയോ മാംഗോയിൽ ഷോ അവതരിപ്പിക്കുന്ന RJ ആണ്. എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ടൈം പാസ് എന്നുള്ള ഷോയിൽ കോഴിക്കോടിനോട് സംസാരിക്കുന്ന ഒരാളാണ്. കോഴിക്കോട് മാത്രമല്ല, കുറച്ചധികം ലോങ് ഡിസ്റ്റൻസിൽ ഒരു എയർവേവ് കണക്കൊക്കെ പറയുകയാണെങ്കിൽ ഒരു 50 കിലോമീറ്റേഴ്സ് റേഡിയസിൽ സംസാരിക്കുന്ന ആളാണ് ഞാൻ മാത്രമല്ല കേട്ടോ. എൻ്റെ ഷോയിൽ എൻ്റെ കൂടെ സംസാരിക്കുന്ന ഒരു RJ കൂടി ഉണ്ട്, RJ ഹരിത കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും മൈക്ക് ഓൺ ചെയ്യുന്നു, ഞങ്ങൾ രണ്ടുപേരും കൂടി കോഴിക്കോടിനോട് സംസാരിക്കുന്നു, ഒരു ടെൻഷനും ഇല്ല. പക്ഷേ ഇന്നത്തെ ദിവസം സിൽവർ ഹിൽസ് സ്കൂളിൽ ഇതേപോലെ ഒരു പ്രോഗ്രാമിന് വന്നിട്ട് എന്ത് സംസാരിക്കണം എന്നുള്ളത് ആലോചിച്ച് ഇന്നലെ രാത്രി സത്യം പറഞ്ഞാൽ ഞാൻ ഉറങ്ങുമ്പോൾ ഒരു 1-1:30-2 മണിയായിട്ടുണ്ട്. ഷെടാ എന്താ അവിടെ പോയി സംസാരിക്കും. സാധാരണ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു പേടിയേ ഇല്ലാത്ത ഞാൻ സംസാരിക്കാനുള്ളൊരു ചെറിയ ടെൻഷനെ കൊണ്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഇന്ന് എന്തായാലും ജൂൺ 5-ാം തീയതിയാണ്, പരിസ്ഥിതി ദിനമാണ് അല്ലേ, എൻവയോൺമെൻറ്റൽ ഡേ ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് അങ്ങോട്ട് സംസാരിച്ചാലോ എന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു എന്തായാലും ഈ ജൂൺ 5-ൻ്റെ സ്പെഷ്യാലിറ്റി എല്ലാവർക്കും അറിയാം.
ശ്രേയ വന്നു. ശ്രേയ നമ്മളോട് പറഞ്ഞു ഇന്ന് ജൂൺ 5-ാം തീയതി എന്താണ് സ്പെഷ്യാലിറ്റി എന്നുള്ളത് പറഞ്ഞു. നമ്മളുടെ ജോണച്ചൻ്റെ പ്രസംഗത്തിൽ ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ കാര്യത്തിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ എന്നാലും ഞാൻ ചോദിക്കട്ടെ, ഒരൊറ്റ ചോദ്യം. ഈ സെയിം ചോദ്യം ഞാൻ ഇന്ന് എൻ്റെ റേഡിയോ ഷോയിൽ ചോദിച്ചിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ ആരെങ്കിലും ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു ചെടിയെങ്കിലും നട്ടിട്ടുണ്ടോ? ഒരു മരമെങ്കിലും നട്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒന്ന് കൈപൊക്കി. അടിപൊളി, ഇത്രയും ആൾക്കാരുണ്ട്, വലിയൊരു കൈയ്യടി കൊടുക്കണല്ലേ. കഴിച്ചേ. നമ്മളെ തന്നെ ടോപ്പാക്കിയില്ലെങ്കിൽ പിന്നെ ആരാണ് നമ്മളെ ടോപ്പാക്കുക അല്ലേ? നന്നായിട്ട് കൈയടിച്ചോ. കാര്യം വേറൊന്നുമല്ല, നമ്മളുടെ കരിപ്പൂർ എയർപോർട്ട്, അയ്യോ കൈതാത്തിക്ക് എന്തിനാണ് എനിക്ക് കൈ പൊക്കി പോണ്ടിരിക്കണത്? ഒരുപാട് പേര് വൻ ആവേശത്തിലാണ്, അതുകൊണ്ട് കൈ പൊക്കി പിടിച്ച് തന്നെ നിൽക്കുകയാണ്. ശരിക്കും നമ്മളുടെ കരിപ്പൂർ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങുന്ന സമയത്ത് അല്ലേ, ലാൻഡ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ ഗൾഫിലോ അല്ലെങ്കിൽ UK-ലോ US-ലോ കാനഡയിലോ അതൊക്കെയാണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അവിടെയൊക്കെ പോയി കുറേ കാലത്തിന് ശേഷം നമ്മളുടെ കരിപ്പൂരോ അല്ലെങ്കിൽ കൊച്ചിയിലോ ഒക്കെ ഫ്ലൈറ്റ് ഇറങ്ങുന്ന സമയത്ത് ലാൻഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ വിൻഡോ സൈഡിലൂടെ നേരെ ഒന്ന് താഴേക്ക് നോക്കും. ആഹാ, നമ്മളുടെ നാട് കാണാൻ എന്തൊരു ഭംഗി, പച്ചപ്പ്, ഹരിതാപ, മരങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞു നിൽക്കണു എന്നുള്ള ആ ഒരു ഫീലാണല്ലേ നമുക്ക്. നമ്മളുടെയൊക്കെ എത്രയോ മുന്നേ ആരോ നട്ട് വളർത്തിയ ഒരുപാട് മരങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടായിട്ടുള്ള ഫലങ്ങളാണ് നമ്മളിപ്പോഴും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മളുടെ അടുത്ത ജനറേഷന് വേണ്ടി നമ്മളിപ്പോൾ ഒരു ചെറിയ ഒരു തൈ നട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു മരം നട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വേറെ ആരാ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക? അതുകൊണ്ട് നല്ലൊരു വലിയ കൈയടി നമുക്ക് തന്നെ വേണ്ടിയിട്ട്. അതാണ് ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഇതുവരെ വിട്ടിട്ടില്ല കേട്ടോ. നമ്മളുടെ സംസാരം അല്ലേ, പലപ്പോഴും ഈ സംസാരിക്കാൻ നമുക്ക് പേടിയാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരോട് ഒരു കാര്യം പറയാനാണോ നമുക്ക് പേടി, അല്ലെങ്കിൽ നമുക്ക് ഒട്ടും അറിയാത്ത ആൾക്കാരോട് എന്തെങ്കിലും ഒരു കാര്യം പറയാനാണോ നമുക്ക് പേടി? ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഞാൻ ചോദിക്കുന്ന ഒരു കുഞ്ഞു ചോദ്യത്തിന് ഉത്തരം പറയാൻ റെഡി ആണെങ്കിൽ ഒന്ന് കൈപോക്കിക്കേ. എനിബഡി? +1കാരോടാണ് ഞാൻ ചോദിച്ചത്. ഈ ആളുടെ പേരെന്താ? അലനോട് ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള, നമുക്ക് നന്നായിട്ട് അറിയുന്ന ഒരാളോട് ഒരു കാര്യം പറയാനാണോ നമുക്ക് ടെൻഷൻ, അല്ലെങ്കിൽ നമുക്ക് ഒട്ടും അറിയാത്ത ആളോട് ഒരു കാര്യം പറയാനാണോ നമുക്ക് ടെൻഷൻ? ഒട്ടും അറിയാത്ത ആളോട്. അറിയുന്ന ആൾക്കാരോട് നമ്മൾ എന്തും പറയും. ഫ്രണ്ട്സിനോടൊക്കെ പറയുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ഇഷ്ടമുള്ള ഒരാളോട് പറയുമ്പോൾ കുഴപ്പം അല്ലേ? ചിലപ്പോൾ ഓരെന്ത് വിചാരിക്കും എന്നൊക്കെ ഒരു തോന്നൽ വരും. അലൻ നല്ല പേര് പറഞ്ഞ് താങ്ക് യു അലൻ, താങ്ക് യു സോ മച്ച്. നമ്മളുടെ ഈ ഫ്രണ്ട്ഷിപ്പ്, അലൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടതാണ്. നമുക്ക് ഫ്രണ്ട്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ വലിയ പ്രശ്നമില്ല. ഫ്രണ്ട്സ് എന്ത് വിചാരിക്കും എന്നൊന്നും നമ്മൾ വിചാരിക്കില്ല അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ശരിക്കും നമ്മളിരിക്കുന്ന ഈ സ്കൂൾ അല്ലേ, നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ലൈഫിൽ അറൗണ്ട് ഒരു 10 വർഷം അല്ലെങ്കിൽ ഒരു 12 വർഷം സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ സ്കൂള്. ഈ സ്കൂളിൽ നിന്നും നമ്മൾ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുത്തിട്ടില്ലെങ്കിൽ പിന്നെ എവിടെ നിന്നാണ് നമ്മൾ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക? ഏറ്റവും നല്ല മൊമെൻറ്റ്സാണ് നമ്മൾ ലൈഫിൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പറയുമ്പോഴും എനിക്കും വാട്സപ്പിൽ 2-3 ഗ്രൂപ്പൊക്കെ ഉണ്ട്. ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇവിടെ പഠിച്ചിട്ടുള്ള നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പുമാണ്. ഒട്ടും ആക്റ്റീവ് അല്ലാത്ത ആരെങ്കിലും ഇപ്പോഴത്തെ ഒരു കണക്ക് പ്രകാരമാണെങ്കിൽ എൻ്റെ വെഡ്ഡിങ് ആണ് വരണം എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പിലൊരു മെസ്സേജ് ഇടുമ്പോൾ മാത്രം അനക്കം ഉണ്ടാവുന്ന ചില വാട്സപ്പ് ഗ്രൂപ്പുകൾ നമുക്കുണ്ട്. അങ്ങനത്തെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യാനല്ല നമ്മൾ മുൻകൈ എടുക്കേണ്ടത്. എപ്പോഴും ആക്റ്റീവായിട്ടുള്ള, ഇവിടെ നിന്നും 10 വർഷം അല്ലെങ്കിൽ 12 വർഷം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാലും അതേപോലെ തന്നെ ആ ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഫ്രണ്ട്സ് ഗ്യാങ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരു ഫ്രണ്ട്സ് ഗ്യാങ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക. അത് നമ്മളുടെ ടീച്ചേഴ്സായിട്ടാണെങ്കിലും നോൺ ടീച്ചിങ് സ്റ്റാഫായിട്ടാണെങ്കിലും ഇവിടെ വരുന്ന ഓരോ ആളുകളായിട്ടാണെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് നമ്മളുടെ ഈ സിൽവർ ഹിൽസിലേക്ക് വരാൻ വേണ്ടി നമുക്ക് 100 കാരണങ്ങളുണ്ടാവും. ആരെങ്കിലുമൊക്കെ ലീവിന് വരുന്ന സമയത്ത് നമ്മളോട് ചോദിക്കും, ഒന്ന് സ്കൂൾ വരെ പോയാലോ? പിന്നെ എന്താ പ്രശ്നം, നമുക്ക് പോവാം എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വരണമെങ്കിൽ അതുപോലത്തെ റിലേഷൻഷിപ്പുകൾ നമ്മളിവിടെ എപ്പോഴും ഉണ്ടാക്കണം. നമ്മൾ ഇവിടുന്ന് ഒരിക്കലും പാസ് ഔട്ടായിട്ട് പോയിട്ട് തിരിച്ച് വരാണ്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലുമൊക്കെ തിരിച്ചു വരുമ്പോൾ ടീച്ചേഴ്സൊക്കെ നമ്മളോട് ചോദിക്കും, ഏത് ബാച്ചായിരുന്നു അല്ലേ? നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അതാണ് പ്രശ്നം. ഏത് ബാച്ചായിരുന്നു ശരിക്കും ഞാൻ അങ്ങോട്ട് ഓർക്കണില്ല.
പക്ഷേ ടീച്ചേഴ്സായിട്ട് നമ്മൾ എപ്പോഴും നല്ലൊരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഇവിടുത്തെ നോൺ ടീച്ചിങ് സ്റ്റാഫായിട്ടും നമ്മളുടെ ജൂനിയേഴ്സായിട്ടും സീനിയേഴ്സായിട്ടും ഒക്കെ ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാലുണ്ടല്ലോ, എപ്പോഴും തിരിച്ചു വരുമ്പോൾ നമുക്ക് പറയാൻ ഒരുപാട് കഥകൾ അങ്ങോട്ടും തിരിച്ച് ഇങ്ങോട്ട് കിട്ടാൻ ഒരുപാട് കഥകളും ഉണ്ടാവും. അതുപോലത്തെ കഥകൾ തേടിയിട്ട് ഞാനും വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു സ്കൂളിലേക്ക്. എല്ലാം സോഷ്യൽ മീഡിയയിലാണല്ലേ, സോഷ്യൽ മീഡിയയിലൂടെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ തന്നെ എൻ്റെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഒക്കെ കൂടി എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 10,000+ ആൾക്കാരെ എനിക്ക് എൻ്റെ സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, ഫ്രണ്ട്സ് ലിസ്റ്റായിട്ട് എനിക്കുണ്ട്. ഒരു 10,000-10,000 പേര് നമുക്കെല്ലാവർക്കും ഉണ്ടാവും. ഇതേപോലെ തന്നെ ചിലപ്പോൾ ഒരു 5,000 പേര്, അല്ലെങ്കിൽ ഒരു 6,000 പേര്, അല്ലെങ്കിൽ ഒരു 10,000 പേര്. പക്ഷേ ഇതിൽ എത്ര പേരെ നമുക്ക് പേഴ്സണലി അറിയാം? നമുക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ ഇതിൽ എത്ര പേരോട് നമ്മളുടെ പ്രശ്നം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? പല ദിവസവും രാവിലെ ഫേസ്ബുക്ക് ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നവർ എന്ന് പറഞ്ഞിട്ട് അപ്ഡേറ്റ് കാണിക്കുന്ന സമയത്താണ് ഞാൻ ആലോചിക്കുക, ഷെടാ ഇതാരായിരുന്നു, ഈ ആളെ ഞാൻ എന്തിനാ ഫ്രണ്ടാക്കിയത്, ഇത് ആരാണിപ്പോൾ ആള് എന്നുള്ള ആ ഒരു ഡൗട്ട് അടിക്കും. സോ സോഷ്യൽ മീഡിയയിലുള്ള ഫ്രണ്ട്ഷിപ്പിനേക്കാൾ കൂടുതൽ നമ്മൾ നമ്മളുടെ തൊട്ടടുത്തുള്ള ആൾക്കാരുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സംസാരിച്ച് കഴിഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ, ലൈഫ് എന്നുള്ള എക്സ്പീരിയൻസ് കൊണ്ട് പറയാണ്. ഈവൻ ഈ പറയുന്ന ഞാൻ പോലും ഒരു വലിയ പ്രശ്നം വന്നപ്പോൾ, ഷെടാ ഇത് ഞാൻ ആരോടെങ്കിലും സംസാരിച്ചാൽ പ്രശ്നമാവോ, ആരോടെങ്കിലും പറഞ്ഞാൽ കുഴപ്പമാവോ എന്ന് ആലോചിച്ചിരുന്ന് ആരോടും മിണ്ടിയില്ല. ആരോടും മിണ്ടാണ്ടിരുന്ന് ഇതെങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ചെയ്യണ്ടേ. സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഒരൊറ്റ ആളോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രശ്നത്തിൽ ഒരു 50% അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങൾ ബാക്കിയുള്ള 2-3 പേരോടും കൂടി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള എൻ്റെ പ്രശ്നം കൂടി അങ്ങോട്ട് സോൾവായി. നമ്മളുടെയൊക്കെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്നറിയോ? ഇപ്പം നമ്മളുടെ ലക്ഷ്മി മിസ് ആണെങ്കിലും അനുപമ മിസ് ആണെങ്കിലും അല്ലേ, ശശിലാൽ സാറാണെങ്കിലും, ശശിലാൽ സാറ് പണ്ട് നമ്മളുടെ ലൈബ്രറിയനായിരുന്നു. സാറുമാരും ടീച്ചർമാരും നമുക്ക് അസൈൻമെൻ്റ് ഒക്കെ തരും അല്ലേ എഴുതാൻ വേണ്ടിയിട്ട്. ഈ അസൈൻമെൻറ്റ് എഴുതുന്ന സമയത്ത് നമ്മൾ ആദ്യം എഴുതുന്നത് എയിം, ഇൻട്രൊഡക്ഷൻ, അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടൻസ്, അങ്ങനെ അനാലിസിസ്, ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് പോകുന്നത്. നമ്മൾ ആദ്യം തന്നെ കൺക്ലൂഷൻ എഴുതുമോ ഒരു അസൈൻമെൻറ്റ് എഴുതുമ്പോൾ? നമ്മൾ പലപ്പോഴും ചെയ്യുന്ന നമ്മളുടെ ലൈഫിൽ ആദ്യം തന്നെ നമ്മളൊരു കൺക്ലൂഷൻ എഴുതും, ഇതിങ്ങനെ ആയിരിക്കും, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് പറഞ്ഞ് നമ്മളൊരു കൺക്ലൂഷൻ ആദ്യം തന്നെ സെറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യത്തിനെ കുറിച്ച് ആലോചിക്കുന്നത്. അങ്ങനെ ഒരു കൺക്ലൂഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആരോടും സംസാരിക്കില്ല. നമ്മളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാകുമ്പോൾ, നമ്മളൊന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത്, നമ്മൾ ഒന്ന് തുള്ളിച്ചാടണമെന്ന് തോന്നുന്ന സമയത്ത് നമ്മളുടെ കൂടെയുള്ള ആൾക്കാരോട് സംസാരിച്ചാലുണ്ടല്ലോ, ആ ആൾക്കാർ നമുക്ക് വളരെ ഹാപ്പി ആയിട്ടൊരു റെസ്പോൺസ് തരും, ചിലപ്പോൾ നമുക്ക് സൊല്യൂഷൻ തരും. സോ അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പുകൾ ഈ ഒരു ദിവസം മുതൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റട്ടെ എന്നുള്ളതാണ് എനിക്ക് അങ്ങോട്ട് തരാൻ വേണ്ടിയിട്ടുള്ള ഇന്നത്തെ ഒരു മെസ്സേജ്. അതുപോലെയുള്ള ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ഓരോ ദിവസവും ട്രൈ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് എന്നുള്ളതാണ്. തിരിച്ച് ഈ ഒരു സ്കൂളിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ സ്കൂളിൽ ഒരുപാട് മെമ്മറീസാണ് എനിക്കുള്ളത്. ഈ സ്റ്റേജിൽ ആദ്യമായിട്ട് ഞാൻ കയറി പെർഫോം ചെയ്തിട്ടുള്ള സ്റ്റേജാണ്. ഒരുപാട് പ്രാവശ്യം വോളണ്ടിയർ ഡ്യൂട്ടി ആയിട്ട് ഞാൻ നിന്നിട്ടുള്ള ഓഡിറ്റോറിയമാണ്. ഇത് എൻ്റെ സ്കൂളാണ്. ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു RJ ആയി മാറാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്കൂളാണ്, സിൽവർ ഹിൽസ് സ്കൂളാണ്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, ഈ കഥ ഞാൻ പല സ്ഥലത്തും പറയുന്നതാണ്, എത്ര സ്ഥലത്ത് പറഞ്ഞു കഴിഞ്ഞാലും ഈ കഥ എനിക്ക് ബോറടിക്കില്ല. കാരണം അതെൻ്റെ ഹാർട്ടിൽ ഞാൻ അത്രയും സ്പെഷ്യലായി കീപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ 8ാം ക്ലാസ്സിൽ ഇതേപോലെ നിങ്ങളെപ്പോലെ യൂണിഫോമൊക്കെ ഇട്ട് ഈ സ്കൂളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി നടക്കുന്ന സമയത്ത്, വികൃതി കുട്ടിയായിട്ട് ക്ലാസ്സിൽ പഠിക്കാൻ ലേശം മോശമുള്ള ഒരാളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത്, ചെറുതായിട്ട് ഉഴപ്പിയൊക്കെ നടക്കുന്ന സമയത്ത്, അന്ന് 8ാം ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത്. ആ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്നെ ആദ്യമായിട്ട് സംസാരിക്കാൻ അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുന്ന ആളുകൾ, ഇപ്പോൾ കുറച്ച് നേരത്തെ നമ്മൾ അലനെ വിളിച്ചില്ലേ, ആരാണ് ഈ കൂട്ടത്തിൽ ഈ ചോദ്യത്തിന് ഉത്തരം പറയുക എന്ന് ചോദിച്ചപ്പോൾ അലൻ പറഞ്ഞില്ലേ, ഓക്കെ ഞാൻ വരാം എന്ന് പറഞ്ഞ് അലൻ വന്നു. അതേപോലെ ഒരു ഗ്രൂപ്പ് വരുന്നുണ്ട്, ആ ഗ്രൂപ്പിനോടൊന്ന് ഇൻട്രാക്ട് ചെയ്യണം, നന്നായിട്ട് സംസാരിക്കുന്ന കുറച്ച് ആൾക്കാരെ വേണം എന്ന് പറഞ്ഞപ്പോൾ നമ്മളുടെ ശശിലാൽ സാറാണ് ആ കൂട്ടത്തിലേക്ക് എന്നെയും വിളിച്ചുകൊണ്ട് പോയത്. ഓക്കെ അങ്ങനെയാണെങ്കിൽ ഒന്ന് ദീപക്കും ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഗ്രൂപ്പിൻ്റെ അടുത്തേക്ക് പോവാണ്. അന്ന് സിൽവർ ഹിൽസിലേക്ക് വന്നത് കോഴിക്കോട് റേഡിയോ മാംഗോയിലെ ടീമായിരുന്നു. ഇനോഗ്രേറ്റ് ചെയ്ത് 2 വർഷത്തിന് ശേഷം, അതായത് 2007 കേരളത്തിലെ ആദ്യത്തെ പ്രൈവറ്റ് FM സ്റ്റേഷനായിട്ട് റേഡിയോ മാംഗോ ലോഞ്ച് ചെയ്യുന്നു. ലോഞ്ചിൻ്റെ ശേഷം ഒരു 2 ഇയേഴ്സ് കഴിഞ്ഞിട്ട്
ഒരു ചിൽഡ്രൻസ് ഡേക്ക് കുട്ടി RJസിനെ തപ്പിയിട്ട് അന്ന് റേഡിയോ മാംഗോ ടീം നമ്മളുടെ സിൽവർ ഹിൽസ് സ്കൂളിലേക്ക് വന്നു. അങ്ങനെ അവരോട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പോയി. അവിടുന്ന് സംസാരിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെയും റേഡിയോയിൽ സംസാരിച്ചു, എനിക്കത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ കയറി കൂടിയതാണ്, ഓക്കെ, സംസാരിക്കുക, ഇൻട്രാക്ട് ചെയ്യുക, പാട്ടുകൾ കേൾക്കുക, നല്ല രസത്തിൽ എൻജോയ് ചെയ്തിട്ട് അല്ലേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഇത് തന്നെ എൻ്റെ പ്രൊഫഷൻ. അപ്പോൾ ഇത് പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇതായി തീരാൻ വേണ്ടി ഒരു റേഡിയോയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ ആലോചിച്ചു തുടങ്ങിയത് അന്നാണ്. അങ്ങനെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞാൻ പിന്നെ ഒരു 9.5 വർഷം കഴിഞ്ഞ് ആദ്യമായി ഒരു റേഡിയോ ജോക്കി ആയിട്ട് വീണ്ടും തിരിച്ച് റേഡിയോ മാംഗോയിൽ തന്നെ വന്നു. അങ്ങനെ 9.5 വർഷം ഞാൻ ഫൈറ്റ് ചെയ്ത് വീണ്ടും ഒരു റേഡിയോ ജോക്കിയായി. അതിൻ്റെ പിന്നിൽ അതിനുള്ള സപ്പോർട്ട് എനിക്ക് തന്നിട്ടുള്ളത് ഈ ഒരു സ്കൂളാണ്, സിൽവർ ഹിൽസ് ഹയർ സെക്കൻഡറി സ്കൂൾ. വിത്ത് നോ ഡൗട്ട് ഐ ക്യാൻ സേ ദാറ്റ്. കാര്യം ഞാൻ ആദ്യമായിട്ട് ഇത് പറയുന്ന സമയത്ത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൾക്കാരൊന്നും ഇത് മോട്ടിവേഷനായിട്ട് എടുക്കരുതേ. ഞാൻ ആദ്യമായിട്ടൊരു പരീക്ഷയിൽ തോൽക്കുന്നത് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ടൊരു പരീക്ഷയ്ക്ക് തോൽക്കുന്നത്. ഹാഫ് ഇയർലി എക്സാമാണ്. ഹിന്ദി എനിക്ക് അന്നേ വലിയ പുകില് പിടിച്ചൊരു സബ്ജക്റ്റാണ്. 4ാം ക്ലാസ്സിൽ ഹിന്ദി പരീക്ഷയ്ക്ക് ഹാഫ് ഇയർലിക്ക് ഞാൻ ദയനീയമായി പരാജയപ്പെട്ടു. പ്രിൻസിപ്പാൾ വിളിപ്പിക്കുന്നു, വീട്ടിൽ നിന്ന് ആൾ വരുന്നു, ആകെ മൊത്തത്തിൽ പ്രശ്നം. പക്ഷെ അതേ ഞാൻ തന്നെ SSLCക്ക് A ഗ്രേഡോട് കൂടി ഹിന്ദി പാസ്സായി. അതിനുശേഷം പല എക്സാമുകൾ, ഇപ്പോൾ സിൽവർ ഹിൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഒരുപാട് എക്സാമുകളാണ്, ഇഷ്ടംപോലെ എക്സാം ഉണ്ട്. അതായത് മിഡ് ടേം എക്സാം, അത് കഴിഞ്ഞാൽ ഹാഫ് ഇയർലി എക്സാം, ഓണം പരീക്ഷ. അങ്ങനെ ഒരു അക്കാഡമിക് ഇയർ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു 10-15 പരീക്ഷയ്ക്ക് എഴുതേണ്ടി വരും, ക്ലാസ് ടെസ്റ്റ് ഉൾപ്പെടെ. അത് വേറെ ഉണ്ടോ, അത് വേറെ ഉണ്ട്. ഇതൊക്കെ അന്ന് എഴുതുന്ന സമയത്ത് ഞാനും വിചാരിച്ചിരുന്നു, എന്തൊരു കഷ്ടപ്പാടാണിത്, പരീക്ഷ എഴുതി അല്ലേ. ബാക്കിയുള്ള നമ്മളുടെ ഫ്രണ്ട്സ്, പുറത്തുള്ള സ്കൂളിലൊക്കെ പഠിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ 2-3 പരീക്ഷ, ക്ലാസ് ടെസ്റ്റ് ഒക്കെ നടന്ന് എന്നുള്ളതുള്ളൂ. എന്തൊരു ഹാപ്പിയാണ്. അങ്ങനെ ഒരുപാട് പരീക്ഷകൾ എഴുതി. +1 +2 ഞാൻ എഴുതിയ പരീക്ഷയിൽ ഭൂരിഭാഗവും ഈ സയൻസ് ആയിരുന്നു ഞാൻ പഠിച്ചത്, കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഭൂരിഭാഗവും ഞാൻ തോറ്റ പരീക്ഷകളാണ്. +2 ഫിസിക്സിന് ആദ്യത്തെ പരീക്ഷയും അവസാനത്തെ ബോർഡ് എക്സാമും മാത്രം ജയിച്ച ആളാണ് ഞാൻ എന്ന് ഞാൻ ഇപ്പോഴും അഭിമാനത്തോടു കൂടി പറയുന്നു. അതെങ്ങനെയാണ് ജയിച്ചത് എന്നുള്ളത് എനിക്ക് ഇപ്പോഴും അറിഞ്ഞൂടാ. അതിനിടയിലുള്ള എല്ലാ പരീക്ഷകളും തോറ്റതാണ്. പക്ഷെ തോൽക്കുന്ന സമയത്തും അടുത്ത പ്രാവശ്യം ഇതെങ്ങനെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാം, നമുക്കത് എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ള കാര്യം പഠിപ്പിച്ചത് ഈ സ്കൂളാണ്. അതുകൊണ്ട് പരീക്ഷ ഒന്നും എനിക്ക് അതിനുശേഷം ഒരു വിഷയമേ അല്ലായിരുന്നു. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് കിട്ടിയിട്ടുള്ള ഈ ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണല്ലോ പോണത്. പരീക്ഷനെ നമുക്ക് ഒരു പേടിയില്ലല്ലോ. പരീക്ഷ തോറ്റു, ജയിച്ചു, നല്ല മാർക്കൊക്കെ കിട്ടും, ഇല്ലെങ്കിൽ മോശം മാർക്കായിരിക്കും, നമ്മളത് ഓവർകം ചെയ്യുക എന്നുള്ള മൂഡിലാണ് പോണത്. ഞാൻ കോളേജിൽ പഠിച്ചത് ദേവഗിരി കോളേജിലാണ്. പരീക്ഷയുടെ അന്ന് ബാക്കി എല്ലാ ഫ്രണ്ട്സും ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്ത് ഞാൻ മാത്രം വളരെ കൂളായിട്ടായിരിക്കും കയറി പോവുക. ID കാർഡൊക്കെ കയ്യിൽ കറക്കി, കയ്യിൽ ഹോൾ ടിക്കറ്റൊക്കെ പിടിച്ച് വളരെ കൂൾ സീനിൽ ഞാൻ കയറി ചെല്ലുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എന്നോട് ചോദിക്കും, അനക്ക് മാത്രം എങ്ങനെ പറ്റണ്? ഞാൻ പറഞ്ഞു, പരീക്ഷയല്ലേ, ഇതൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എഴുതി ഇത് പരീക്ഷ ഒന്നൊരു വിഷയമല്ലാതായി. ഒരു പ്രാവശ്യം വീണ് കഴിയുന്നത് വരെ നമുക്കൊരു പ്രശ്നം ഉണ്ടാവുള്ളൂ. വണ്ടിക്ക് ഓടിക്കുമ്പോൾ അങ്ങനെയല്ലേ. ഈ കൂട്ടത്തിൽ എത്ര പേർക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയാം? സ്കൂട്ടർ ഞാൻ ചോദിക്കുന്നില്ല, ലൈസൻസ് കിട്ടാത്തവരാണ്. സൈക്കിൾ ഇത്രയും പേർക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയാലേ, അടിപൊളി. സൈക്കിൾ ഓടിക്കാൻ നമ്മൾ പഠിച്ചപ്പോൾ ആദ്യം 1-2 പ്രാവശ്യം വീണിട്ടുണ്ടാവും അല്ലേ? വീണിട്ടുണ്ടോ? അതാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വീഴൂല. ആദ്യത്തെ വീഴ്ച കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതായിട്ട് അങ്ങോട്ട് അല്ലേ നമ്മൾ ഓക്കെ ആവും. ആമേ കറക്റ്റ്? ദേ ബാക്കിലൊക്കെ ഓരോരുത്തർ എണീറ്റൊക്കെ നിൽക്കുന്നുണ്ട്. മതി, കൈ താഴ്ത്തിക്കോ, ഇനി ഞാൻ കൈ പൊന്തിക്കാൻ പറയൂല. ഒരു പ്രാവശ്യം വീണാൽ വീണ്ടും അവിടുന്ന് എണീറ്റ് നിന്ന് മുന്നോട്ട് പോവുക എന്നുള്ളത് പഠിപ്പിച്ചത് ഈ ഒരു സ്കൂളാണ്. സോ ലൈഫിൽ എന്തൊക്കെ സർക്കംസ്റ്റൻസസ് വന്നു കഴിഞ്ഞാലും, അവിടെ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം നമ്മൾ വീണ് കഴിഞ്ഞാലും വീണ്ടും തിരിച്ച് എണീറ്റ് നിന്നിട്ട് അതേ പവറോട് കൂടിയിട്ട് ഞാനിത് കലക്കും എന്നുള്ള ആ ഒരു പറച്ചിൽ പറയാനാവട്ടെ ഇന്നത്തെ ഈ ഒരു മോട്ടിവേഷൻ എന്നൊന്നും പറയണ്ട, ജസ്റ്റ് മനസ്സിലൊന്ന് വെച്ചാൽ മതി, എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ഉപകാരപ്പെടും. ഞാൻ ഈ സ്കൂളിലെ എൻ്റെ ഒരു വളരെ ഫണ്ണിയസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. 5ാം ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത്. 5ാം ക്ലാസ്സുകാർ ആരൊക്കെ ഉണ്ട് ഇവിടെ? 5ാം ക്ലാസ്സുകാർ 5ാം ക്ലാസ് 5th സ്റ്റാൻഡേർഡ് നമ്പർ 5. അടിപൊളി. എണീറ്റൊന്നും നിൽക്കണ്ട, കൈ പൊക്കിയാൽ മതി.
ഞാനും അന്ന് ഇതേപോലെ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ കൈതാത്തിക്കോ കൈ ജസ്റ്റ് ഒന്ന് പൊക്കിയാൽ മതി, എനിക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഞാനന്ന് പഠിക്കുന്നത് 5ാം ക്ലാസ്സിലാണ്. ഞാൻ പറഞ്ഞില്ലേ ആദ്യമായിട്ട് ഈ സ്കൂളിലേക്ക് വന്നതാണ്. നമ്മുടെ സ്കൂളിലൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്, വെനസ്ഡേ കളർ ഡ്രസ്സ് അതേപോലത്തെ പരിപാടിയൊന്നുമില്ല അല്ലേ, എല്ലാ ദിവസവും യൂണിഫോമാണ്. അങ്ങനെ ഒരു സാറ്റർഡേ എന്തോ ലീവ് വന്നതുകൊണ്ടോ എന്തോ ഒരു സ്പെഷ്യൽ കാരണം കൊണ്ട് ഒരു സാറ്റർഡേ ക്ലാസ് വെച്ചു. അന്ന് കളർ ഡ്രസ്സ് ഇട്ടോളാൻ പ്രിൻസിപ്പൽ, അന്ന് ജോർജ് പുഞ്ചേലച്ചനാണെന്ന് എനിക്ക് തോന്നുന്നത്, പുഞ്ചേലച്ചൻ്റെ ഓർഡർ വന്നു. അന്ന് എല്ലാവർക്കും കളർ ഡ്രസ്സ് ഇടാം. ഹാപ്പി, കളർ ഡ്രസ്സ് ഇട്ട് സ്കൂളിൽ പോകാൻ കിട്ടുന്ന ഒരു ചാൻസ് അല്ല, ആകെ ബർത്ത്ഡേക്ക് മാത്രമേ ആ ചാൻസ് കിട്ടുള്ളൂ. അപ്പോൾ കളർ ഡ്രസ്സ് ഇട്ട് സ്കൂളിൽ പോകാം എന്നുള്ളൊരു ചാൻസ് കിട്ടിയപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ ആലോചിച്ചു, എന്ത് ഡ്രസ്സ് ഇടണം. നമ്മളാണെങ്കിലും അങ്ങനെയാണല്ലേ, എങ്ങോട്ടെങ്കിലുമൊക്കെ ഒരു ഇന്നിപ്പോൾ +1 കംപ്ലീറ്റ് കളർ ഡ്രസ്സ് ഇട്ടേക്കുന്നത്. ഈ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ആൾക്കാരൊക്കെ കഴിഞ്ഞൊരു 3-4 ദിവസമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടാവും. ഫസ്റ്റ് ഡേ ആണ്, ഇംപ്രഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഏത് ഡ്രസ്സ് ഞാൻ ചൂസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ചിലപ്പോൾ ഒരുപാട് ആലോചിച്ചിട്ടായിരിക്കും ഒരു ഡ്രസ്സൊക്കെ ചൂസ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ ഈ ശനിയാഴ്ച കളർ ഡ്രസ്സ് ഇട്ട് സ്കൂളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാനും ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി കുറേ ആലോചിച്ചു. അവസാനം ഞാൻ എൻ്റെ വീട്ടിൽ അച്ഛനോടും അമ്മേനോടും ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഞാൻ മുണ്ടെടുത്ത് പോയിക്കോട്ടെ, സ്കൂളിലേക്ക് ഞാൻ മുണ്ടെടുത്ത് പോയിക്കോട്ടെ എന്ന് ചോദിച്ചു. അച്ഛനും അമ്മയും പറഞ്ഞു അതിനെന്താ കുഴപ്പം, മുണ്ടെടുത്ത് പോക്കോ, ഒരു കുഴപ്പമില്ല, സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലി, കൊള്ളാം. അങ്ങനെ ഞാൻ മുണ്ടൊക്കെ എടുത്ത് ഒരു ഗ്രീൻ കളർ ഷർട്ട്, ഗ്രീൻ ചെക്ക് ഷർട്ടും മുണ്ടൊക്കെ എടുത്ത് ഞാൻ കാര്യമായിട്ട് സ്കൂളിലേക്ക് വന്നു. എൻ്റെ ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അന്നത്തെ ദിവസം സ്കൂളിൽ അസംബ്ലി, കംപ്ലീറ്റ് എൻറ്റയർ സ്കൂൾ നിൽക്കുന്ന ആ ഒരു അസംബ്ലിയിൽ അന്ന് എനിക്ക് അസംബ്ലിയിൽ എന്തോ കാരണം കൊണ്ട് എന്തോ ഒരു സമ്മാനോ സർട്ടിഫിക്കറ്റോ എന്തോ ഒന്ന് വാങ്ങാനും ഉണ്ട്. കറക്റ്റായിട്ട് ആ ദിവസം, അല്ലെങ്കിൽ നമ്മളുടെ പേര് വിളിക്കൂല, നമ്മളിങ്ങനെ ഒരുപാട് എക്സ്പെക്ട് ചെയ്യും, ഇന്നത്തെ ദിവസം എനിക്ക് സമ്മാനം ഉണ്ടാവണേ, അപ്പോൾ എൻ്റെ പേര് വിളിക്കണേ എന്നൊക്കെ നമ്മൾ അസംബ്ലിയിൽ എക്സ്പെക്ട് ചെയ്യുമ്പോൾ നമ്മളെ പേര് വിളിക്കൂല. നമ്മൾ എക്സ്പെക്ട് ചെയ്യാണ്ടിരിക്കുന്ന ദിവസം കറക്റ്റായിട്ട് നമ്മളെ പേര് വിളിക്കുകയും ചെയ്യും. അന്ന് ഇതേപോലെ എൻ്റെ പേരും വിളിച്ചു. കംപ്ലീറ്റ് സ്കൂളും നോക്കി നിൽക്കുന്ന സമയത്ത് മുണ്ട് കൊടുത്തിട്ട് ഒരു ചെറിയ ആള് ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ ബാക്കിയുള്ള പുകില് ഞാൻ പറയണ്ടല്ലോ, കുറേ ആൾക്കാർ ചിരിക്കണു, കുറേ ആൾക്കാർ കയ്യടിക്കണു. അതൊരു വൻ എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നെ കാണാൻ വേണ്ടിയിട്ട് ഇൻ്റർവെല്ലിലൊക്കെ സീനിയർ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ വന്നിരുന്നു. എവിടെ ആ മുണ്ടെടുത്ത പയ്യൻ, കൊള്ളാം, എന്താ നിൻ്റെ പേര് എന്നൊക്കെ ചോദിച്ചിട്ട് പേരൊക്കെ ചോദിച്ചു പോയത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം ഞാൻ ഉച്ചയ്ക്ക് 2 മണിക്ക് ഞാൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരുമ്പോൾ നമ്മളുടെ പുഞ്ചേൽ ഫാദർ ഓപ്പോസിറ്റ് കയറി വരുന്നുണ്ട്. പുഞ്ചലച്ചൻ എന്നെ നോക്കിയിട്ട് ചിരിച്ചിട്ട് പറഞ്ഞു, ഇനി ശനിയാഴ്ച കളർ ഡ്രസ് ഉള്ളപ്പോൾ മുണ്ടെടുക്കരുത് കേട്ടോ എന്ന് മാത്രം പറഞ്ഞിട്ട് പുഞ്ചലച്ചൻ കയറിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മുണ്ടെടുത്ത ആളെ കാണാൻ വേണ്ടിയിട്ട് ആ ക്ലാസ്സിന് മുന്നിൽ ഭയങ്കര തിരക്കായിരുന്നു ഇൻ്റർവെല്ലിലൊക്കെ. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവണ്ട എന്ന് വിചാരിച്ചിട്ട് പുഞ്ചലച്ചൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞതും ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. ഇതുപോലെ ഒരു 100 മെമ്മറീസ് എനിക്ക് ഈ സ്കൂളായിട്ട് കണക്ട് ചെയ്ത് പറയാനുണ്ട്. എല്ലാം കൂടി ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നെ കൂടി വിളിച്ചില്ലെങ്കിലോ. അതുകൊണ്ട് ഞാൻ ഈ ഒരു എക്സ്പീരിയൻസ് മാത്രം പറഞ്ഞ് എൻ്റെ ഈ ഒരു ചെറിയ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞ ആ ഒരു കാര്യം മറന്നു പോരുത്, ക്രിയേറ്റ് ഫ്രണ്ട്ഷിപ്പ്. ആരായിട്ടാണെങ്കിലും, നമ്മളുടെ ജൂനിയേഴ്സ് ആണെങ്കിലും സീനിയേഴ്സ് ആണെങ്കിലും ടീച്ചേഴ്സ് ആയിട്ടാണെങ്കിലും ഒരു നല്ല റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക. നമ്മളുടെ മാനേജർ അച്ഛൻ അഗസ്റ്റിൻ അച്ഛൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ സ്കൂളിൽ വരുന്നത് ചുമ്മാ പഠിച്ച് ഗ്രേഡ് വാങ്ങി നല്ല മാർക്ക് വാങ്ങി പാസ്സായി പോകാൻ വേണ്ടിയിട്ട് മാത്രമല്ല, സോഷ്യലൈസേഷനാണ് ഇവിടെ നടക്കേണ്ടത്. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോഴും നമ്മൾ ഓരോരോ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴുമാണ് ലൈഫിൽ നമ്മൾ കുറച്ചുകൂടി കാര്യപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാനും വേറെ പല കാര്യങ്ങളും ബുക്കിലുള്ളതല്ലാതെ വേറെ പല കാര്യങ്ങളും പഠിക്കുന്നത് നമ്മൾ ബാക്കിയുള്ളവരുമായിട്ട് സോഷ്യലൈസ് ചെയ്യുന്ന സമയത്താണ്. അതുകൊണ്ട് സോഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു അക്കാഡമിക് ഇയർ അല്ല, എല്ലാ അക്കാഡമിക് ഇയറും യൂസ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു.